മാം ഇതൊന്നും നോക്കിയേ, എനിക്ക് ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വയറ് പെട്ടെന്ന് വീർത്തു വരും. അതുപോലെ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ കോക്കാനും വരുന്നുണ്ട്. അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഡയറ്റ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു 8-9 കിലോ കുറച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് പിത്തസഞ്ചിയിൽ കല്ല് വന്നിട്ടുണ്ട്. കല്ലോ? അതിന് ഞാൻ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കലില്ല. ജങ്ക് ഫുഡ്സ് എടുത്തുകൊണ്ട് മാത്രമല്ല, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പിത്തസഞ്ചിയിലെ കല്ല് വരാം. ഇതൊക്കെ ഒരു ടൈമിങ്ങിൻ്റെയും ബയലിൻ്റെയും ഹോർമോൺസിൻ്റെയൊക്കെ ഒരു ബാലൻസിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പിത്തം ഗോൾ ബ്ലാഡറിൽ സ്റ്റോറായിട്ട് കാലക്രമേണ അത് കല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ കല്ലായിട്ട് വന്ന് ഇയാളെ പോലെ ഇപ്പോൾ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർജറി റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. പ്രഗ്നൻസി, ക്രാഷ് ഡയറ്റ്, ഇതുപോലെ ഡ്രാസ്റ്റിക് ആയിട്ട് വെയിറ്റ് കുറയുന്നവർക്കൊക്കെ ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. എന്താ ചെയ്യാന്നിപ്പോൾ ചോദിച്ചാൽ, ഓഫ്കോഴ്സ് ജങ്ക് ഫുഡ്സും ഓയിലി ഫുഡ്സും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതിൻ്റോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കറക്റ്റ് സമയത്ത് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്.